welcome back to my channel. ഞാനില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനുണ്ട് ഗൈസ്. അവളൊരു സർപ്രൈസ് ആക്കി വന്നതാണ്, അവര് ഞെട്ടിപ്പോയി കാണും. ഓക്കെ, എനിവേ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നിങ്ങൾ തമിഴിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെയാണ്. അതായത് റൂം മേക്ക് ഓവർ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ കുറച്ചായിട്ടില്ലേ റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ട്. മാത്രമല്ല ഇന്ന് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് അല്ലേ, ബിക്കോസ് ഇതൊരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അതായത് നിങ്ങള് ഫുൾ ആയിട്ട് കാണണം വീഡിയോ. നിങ്ങൾ ആദ്യം ഫസ്റ്റ് ലുക്ക് ഒന്ന് കാണണം. നമ്മൾ ഈ കേർട്ടനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ക്ലീൻ ഒക്കെ എല്ലാം ആക്കിട്ടോ. അതായത് ഫുൾ അടിച്ചു വാരി എല്ലാം അടിച്ചു കൂട്ടവരാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മള് പേർപ്പിൾ തീമാണ്. അത് ഞാൻ ഫസ്റ്റിനെ പറയാം. പേർപ്പിൾ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് BTS BLACKPINK തീമൊക്കെ വരുന്നുണ്ട്. ഒരു കൊറിയൻ എന്ന് വേണേൽ പറയാം. എന്തായാലും പേർപ്പിൾ ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഡിഫറെന്റ് തീമാണ്. നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അതാണ് ഞങ്ങൾ വരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടൊന്നും അല്ല ഇൻട്രോ എടുക്കുന്നത്. കൊറിയൻ റൂം എന്നല്ലെങ്കിൽ ഒരു പേർപ്പിൾ തീം അല്ലെ. ഇതാണ് നമ്മൾ നമ്മളുടെ രീതിയിൽ വലിയ ചെലവൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൂം ടൂർ വീഡിയോ എന്താണെന്ന് നോക്കിയാൽ റൂം റൂം ടൂർ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റാപ്പിംഗ് ഷീറ്റ് ആണ്. ഇത് പോണ്ടോ സൂക്ഷിച്ച് പിടിക്കണം. ഇത് ഇപ്പൊ അല്ല, ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. ഇതൊരു പേർപ്പിൾ കളർ നമ്മള് ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അവർക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാല് ഇത് പേർപ്പിൾ കളർ നമ്മുടെ ഇവിടെ ഈ ഫ്രെയിം ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാം. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ അന്ന് സ്റ്റേഷനറി ഷോപ്പിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ഗൈസ്. അതിൽ ഞങ്ങൾ ഇത് വാങ്ങിയ കഥ എന്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ഒട്ടിച്ചിട്ട് ബാക്കി അത് ഈ ഒരു ഏരിയ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള പേർപ്പിൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഫ്രെയിം ഒക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി അതുകൊണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഞാനിത് ഈ ഒരു നമ്മുടെ വുളൻ ത്രെഡ് ഇല്ലേ, ഇത് ഞാനിങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് ഇല്ലേ അത് പ്ലക്ക് ചെയ്യാനായിട്ട്, അത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാനായിട്ട്, ക്ലിപ്പ് ചെയ്യാനായിട്ട്. അപ്പോ അത് ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പിൽ പോയപ്പോ അവിടെ ആ ഒരു ക്ലിപ്പ് ചെയ്യുന്ന സാധനം മറ്റേ ഒരു ഗ്രിഡ് ഇല്ലേ, ആ ഗ്രിഡ് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശ ഉദിച്ചാണ്. ആ ഗ്രിഡ് നമുക്കിപ്പോ നല്ല റേറ്റ് ആണ് അതിന്, ഇപ്പൊ അത് വാങ്ങാൻ പറ്റില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് തന്നെ ചെയ്യണം. അപ്പോഴാണ് എന്റെ മനസ്സിൽ വന്നത് ഇത് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാന്ന്. ഞാൻ ഒട്ടിക്കാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ആണ്. അപ്പൊ അത് പറിച്ചെടുക്കുമ്പോ അത് മോശമായി പോകും. അപ്പൊ നമുക്കിങ്ങനെ എടുത്താൽ മതിയല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഗ്രിഡ്, അതായത് നിങ്ങൾക്ക് ഗ്രിഡ് മനസ്സിലായി കാണുമല്ലോ, കമ്പി പോലത്തെ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹമുണ്ട്, വീട്ടിൽ തന്നെ ചെലവില്ലാണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡിലേക്ക് ഇതുപോലെ വുളൻ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് അതിലേക്ക് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കുറെ കണ്ടാവും ന്യൂസ് പേപ്പർ ഒക്കെ വെച്ച് ചെയ്യുന്നത്, അത് നമുക്ക് ഒരുപാട് ടൈം നഷ്ടമാണ്. ഇതാവുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതുപോലെ ഡെക്കറേഷൻ ലൈറ്റും കൂടി വന്നു കഴിയുമ്പോൾ സൂപ്പർ ആകും. ഗൈസ്, അപ്പൊ നമ്മുടെ ഫോട്ടോസ് ഇവിടെ റെഡി ആണ്. ഇപ്പൊ 2 ഫോട്ടോസ് ആണ്. ഇപ്പൊ ഇത് നമ്മുടെ BTSന്റെ ഡൈനമൈറ്റിന്റെ ഒക്കെയാണ്. ഓക്കെ, അപ്പം ഡൈനമൈറ്റ് പാട്ട് ഇഷ്ടമുള്ള ആൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി എവിടെ വീക്കൻസ് അതന്നെ. ഓക്കെ, അപ്പൊ നമുക്കിത് ക്ലിപ്പ് ചെയ്യാറ്. ഞാൻ ഒന്ന് ഇവിടെ ക്ലിപ്പ് ചെയ്യാണ്. ക്ലിപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇനി അടുത്തത് ഇത് സെന്ററിലേക്കാണ്. രണ്ടും പിങ്കിഷ് കളറായി അല്ലേ, ഒരു പിങ്ക്.
BLACKPINK in your area. അടുത്തത് നമ്മുടെ ബ്ലിങ്സ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ BLACKPINKന്റെ അവരുടെ ഫോട്ടോസ് ആണ്. ബ്ലിങ്സ് ആർമീസ് രണ്ടുമാണ് ഞാന്. ഓക്കെ, ആർമി ആൻഡ് ബ്ലിങ്ക്. അപ്പൊ ഞാന് എന്താ പറയാ ഇത് ക്ലിപ്പ് ചെയ്യാണ്ടി പോവാണ്. ലാലിസ, ജെന്നി, റോസി, ജിസോ. ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ കുറെ എവിടേക്ക് എന്നോട് കുറെ ആൾ ചോദിക്കാറുണ്ട് BTSലെ BLACKPINKലെ ബയാസിനെ കുറിച്ച്. ഞാൻ ശരിക്കും എല്ലാരെയും ഒരുപാട് ഇഷ്ടം, എന്നാലും ബയാസിനെ ചോദിക്കുന്നതുകൊണ്ട് BTSൽ എനിക്ക് V ആണ്, പിന്നെ BLACKPINKൽ ഞാൻ പറയട്ടെ. BTSൽ എനിക്ക് V, ജിസോ. ഓക്കെ, നമുക്ക് അടുത്തത് ഇവിടെ ഇതാക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒട്ടിക്കാം, എന്നിട്ട് ഇത് കട്ട് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മുടെ ജിസു അന്നിയുടെ ഫോട്ടോസ് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ കൊളാഷ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്, ജിസു അന്നിയുടേത് മാത്രം. അപ്പൊ ഞാൻ ഇനി അടുത്തത് ഇത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. മൈ ബയാസ് ഇൻ ബ്ലാക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഈ സൈഡ് കൊടുക്കാം. ഓളെ കയ്യിലുള്ളത് ഇത് മുമ്പിൽ വെക്കാം, അത് സെന്ററിൽ വെക്കാം. അത് ഞാൻ എടുത്തതാണ്. ഇത് വേറൊരു ഫോട്ടോ ആണ് BTSന്റെ, നമുക്കറിയാതെ. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരുടെ ഫോട്ടോസ് ഒട്ടിച്ച് കഴിഞ്ഞു, BTS ആൻഡ് BLACKPINK. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷൻ ലൈറ്റും കൂടി വന്നു കഴിയുമ്പോ പൊളിക്കും അല്ലേ? യെസ് ഗൈസ്. അപ്പൊ ഇത് ഡെക്കറേഷൻ ലൈറ്റ് കൂടി വന്നപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ട്. വീഡിയോയിൽ അത് രാത്രി ആയിരിക്കും കുറച്ചും കൂടി നല്ലും കൂടി എന്താ പറയാ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുക. മറ്റേ രീതിയിൽ ഇപ്പോൾ ഇവിടെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷം. അത് ആർമീസിനും ബ്ലിങ്സിനൊക്കെ പ്രത്യേകം പറഞ്ഞാൽ മനസ്സിലാകും. ഇത് നേരിട്ട് കാണാൻ അതിലും ഭംഗിയുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ഒരു എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഇടണം. എന്തായാലും ഇപ്പോൾ ഇവിടെ BTSന്റെ ആ ഒരു തീം, കൊറിയൻ തീം വന്നുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഹാർട്ട് പോലെ വരയ്ക്കാന്നാണ് വിചാരിക്കുന്നത്, ഫിംഗർ ഹാർട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഏരിയാസിലോട്ടൊക്കെ പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഞാൻ എന്റെ സ്റ്റഡി ടേബിളിന്റെ അവിടെയാണ് ഒട്ടിക്കാൻ. തിരിച്ചിട്ട് മറ്റേ നമ്മുടെ ചാലഞ്ചിന്റെ അടുത്ത് ആ സാധനത്തിന് നെയ് പോളിഷ് വെച്ച് പെയിന്റ് ചെയ്തതാണ്. ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ സിമ്പിൾ ആയിട്ട് വെറുതെ ചെയ്തൊരു ക്രാഫ്റ്റ് ആണ്. ഇത് ഞാൻ ഇതിലേക്ക് ഒരു ബ്രൗൺ കളർ പോലത്തെ ഒരു പെയിന്റ് അടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് എൻ്റെ അടുത്തുണ്ടായ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചതാണ്. അപ്പൊ ഇത് ഞാൻ അവിടെ കുറച്ച് സ്പേസ് വരുന്നിടത്ത് വെക്കാന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നിന്ന് വെക്കാം. ഇവിടെ അല്ലേ, ഇവിടെ വെക്കാല്ലേ. ഈ സ്റ്റോൺസ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈ സ്റ്റോൺസ് വെച്ചില്ലാന്ന് എഴുതിയാൽ മതിയായിരുന്നു അല്ലേ. പിന്നെ അത് ഒട്ടിച്ച് കഴിഞ്ഞു, അതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഈ ഏരിയയിൽ ചെയ്തതെന്ന് എനിക്ക് പറയാൻ മറന്നുപോയി. അതൊന്ന് ഞാൻ പറയാം. നമ്മൾ അവിടെ ചെയ്തൊരു പേർപ്പിൾ ഷീറ്റ് ഇല്ലേ, അതുപോലെ തന്നെ വേറെ ഒരു മോഡലിലുള്ള റാപ്പിംഗ് ഷീറ്റ് ആണ് ഇത്. ഇതിൽ വൈറ്റിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേർപ്പിൾ പോലെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇവിടെ ഇതായിരുന്നു ഉണ്ടായത്. അപ്പൊ നമ്മളൊരു പേർപ്പിൾ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു. പിന്നെ ഇത് ഇവിടെ തന്നെ ഇക്കട്ടെ എന്ന് വിചാരിച്ചിട്ടു. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ പേർപ്പിൾ വന്നപ്പോൾ മൊത്തത്തിൽ കേട്ടണ് കണ്ടൊക്കെ ഒരു പേർപ്പിൾ മയം വന്നിട്ടുണ്ട്.
ചാടിക്കേറി പറഞ്ഞു ആർമി പ്ലസ് ബ്ലിങ്ക്. ഓക്കെ, അതാണ് ഫുൾ പേർപ്പിൾ ആയ ഒരു കൊറിയൻ തീമായി തോന്നുന്നു. എന്തായാലും ആ ഏരിയ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ പേർപ്പിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഗൈസ്, അപ്പൊ ഞങ്ങൾ വലിയ രീതിയിൽ കുറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും മാറ്റിയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ വീട് മാറാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വീടൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ എടുത്ത് പുതിയതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോവാണെങ്കിൽ അത് വെറുതെ ആവില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വീടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പോവാതെ. അപ്പം നിങ്ങൾ ആരെങ്കിലും ടൗണിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് നല്ല വീടൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, കമന്റിൽ അറിയിക്കുക. ഓക്കെ, ഒരു ഫണ്ണായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇനിയും നമ്മുടെ കേക്കിന്റെ ആ സംഭവം പിന്നെ വേറെ ഫ്രെയിമൊക്കെ ആക്കാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അതിലേക്ക് പേർപ്പിൾ ഹാർട്ട് ഫിംഗർ ഹാർട്ട് ഒക്കെ വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഇനി ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഞാൻ അത് ഞാൻ ചെയ്തിട്ട് ഞാൻ വേറെ അപ്ഡേറ്റ് ചെയ്തേക്കും. എന്തായാലും ആ ഒരു കേക്കിനൊക്കെ വെച്ച് ചെയ്യുന്നത് ഇവിടെ ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. എന്തായാലും ഇത് നമ്മളിപ്പം കുറെ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പേർപ്പിളിന്റെ ഒക്കെ കുറെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ പേർപ്പിളാക്കി ഇനി മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോയിട്ട് ഔട്ട്ഡോർ എടുക്കാം അല്ലെ. കമോൺ, നിങ്ങൾക്ക് ഇതെന്തുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഇങ്ങനെ വാളിലേക്ക് BTS പ്ലസ് BLACKPINK ഡെക്കോർ ഒക്കെ വന്നപ്പം ഈ ജിസോന്റെ ഇങ്ങനെ കൊളാഷ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഒക്കെ ചേർത്ത് ഞാൻ കൊളാഷ് ചെയ്താണ്. ഇതുപോലെ വീണ്ടും പിന്നെ ബാക്കി ഓരോ മെമ്പേഴ്സിനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ എന്തായാലും ഈ ഭാഗത്തേക്ക് ഇത് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മള് പണ്ടത്തെ ഫ്രെയിം തന്നെയാണ്. അതെ, ഇവിടേക്ക് എനിക്ക് വരച്ചിട്ട് ഇടാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ റൂം മേക്ക് ഓവർ പ്ലസ് റൂം ടൂർ വീഡിയോ ഇഷ്ടമായ